വയനാടിന് കൈത്താങ്ങായി പത്തനംതിട്ടയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളും കൈപ്പട്ടൂർ റോഡരികിലുള്ള മത്സ്യവില്പനശാലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഒരു ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. നമുക്ക് കുറച്ച് പൈസ എവിടെ കൊടുക്കണം, ഒരു ചെറിയ സഹായമാകും. വയനാടിനായി കൈകോർത്ത പത്തനംതിട്ടയിലെ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ വാക്കുകളാണിത്. വീടും ഉറ്റവരെയും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് തങ്ങളാൽ കഴിയുന്ന സഹായമാണ് ഇവർ നൽകിയത്. കൈപ്പട്ടൂർ റോഡിന് ഇരുവശവുമുള്ള 2 കടകളിലെ 16 തൊഴിലാളികൾ ചേർന്ന് സ്വരൂപിച്ച 15,000 രൂപയാണ് സർക്കാരിന് കൈമാറുന്നത്. എല്ലാവരും വലിയ പ്രശ്നങ്ങളിലാണെന്ന് മനസ്സിലായി. എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് മാനേജറെ വിവരമറിയിച്ചതെന്ന് ദീർഘകാലമായി കേരളത്തിൽ ജോലി ചെയ്യുന്ന ഹുസൈൻ അലി പറഞ്ഞു. രാഹുൽ നമുക്ക് മാനേജറെ പറഞ്ഞു, എങ്ങനെ ഉണ്ടോ? ഞാൻ മാനേജർക്ക് പറഞ്ഞു, നമുക്ക് കുറച്ച് പൈസ അവിടെ കൊടുക്കണം, സഹായമാവും, ഒരു ചെറിയ സഹായമാവും. നമുക്ക് മൊത്തം ഈ മീൻ കടല ഇഷ്ടമുണ്ടല്ലോ, ഒരു ചെറിയ സഹായമാവില്ലേ, നമുക്ക് കൊടുക്കും. 2018 പ്രളയകാലത്തും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അലി ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ രംഗത്തിറങ്ങിയിരുന്നു. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ വാർത്തകളും വീഡിയോകളും ഫോണിലൂടെ കണ്ടാണ് ഇവർ മനസ്സിലാക്കിയത്. പിന്നാലെ ഒരു ദിവസത്തെ ശമ്പളം എന്ന ആശയത്തെ എല്ലാവരും പിന്താങ്ങിയതോടെ സംഭാവന തുക ഒരുമിച്ച് ജില്ലാ കളക്ടറേറ്റിലെത്തി കൈമാറാനാണ് തീരുമാനം. എങ്ങനെ കൊടുക്കണമെന്ന് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അത് നമുക്ക് കളക്ടറേറ്റിൽ കൊണ്ടു കൊടുക്കാം. അപ്പം അങ്ങനെ അവർ പറഞ്ഞപ്പോഴത്തേന് ഒരാളോട് പറഞ്ഞപ്പോൾ എല്ലാവരും ഓക്കെ, എല്ലാവരും പറഞ്ഞു എല്ലാവരും തരാം, ഒരു ദിവസം ശമ്പളം അവർ കൊടുക്കുക. അവർക്ക് ഭയങ്കര വിഷമമായി പോയി. നഷ്ടപ്പെടുന്നുവെന്ന് നാം പരിതപിക്കുന്ന മനുഷ്യത്വത്തിന് ഭാഷയും ദേശഭേദങ്ങളുമില്ല എന്ന് തെളിയിക്കുകയാണ് അലിയും കൂട്ടരും. ദുരന്തബാധിതർക്ക് നൽകുന്ന ചെറിയ സഹായത്തിനപ്പുറം തങ്ങൾക്ക് തൊഴിൽ തരുന്ന ദേശത്തോട്, അവിടുത്തെ മനുഷ്യരോട് അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി ചേർന്നു നിൽക്കുകയാണ് നമ്മുടെ ഈ സഹോദരങ്ങൾ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.